ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പെൺകുട്ടി ആ എല്ലാ സ്വപ്നങ്ങളോടും കൂടി ഒരു വിവാഹിതയാകുന്നു. ആ വിവാഹം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് വരുമ്പോൾ ഭർത്താവിന്റെ അച്ഛൻ, സ്വന്തം മകളെ പോലെ കാണേണ്ട അച്ഛൻ അവളെ മറ്റൊരു കണ്ണിലൂടെയാണ് കാണുന്നത്. അതായത് അയാൾ ഭാര്യയെ പോലെയാണ് മകളെ പോലെ കാണേണ്ടവളെ കാണുന്നത് ഭാര്യയെ പോലെയാണ്. എന്നിട്ട് അവളുടെ ശരീരത്തിൽ തൊടുക, സ്വകാര്യ ഭാഗങ്ങളിൽ തൊടുക, എന്നിട്ട് അവളോട് മാന്യതയില്ലാതെ പെരുമാറുക. ഭർത്തൃ സഹോദരി അവളെ പണമില്ലാത്തവൾ, വീടില്ലാത്തവൾ, തെണ്ടി നടന്നവൾ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുക, അപമാനിക്കുക. ഭർത്താവിന്റെ അമ്മയും നാത്തൂനും, അതായത് ഭർത്താവിന്റെ സഹോദരിയും പറയുന്നത് കേട്ട ഈ പെൺകുട്ടിയെ അതിക്രൂരമായി ഉപദ്രവിക്കുക. മുടിയും പൊടിയും ഒക്കെ ചേർന്ന ഷവർമ്മ ഈ പെൺകുട്ടിയുടെ വായിൽ കുത്തിയിറക്കി എന്നാണ് പറയുന്നത്. മാത്രമല്ല കാറ് കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞ് നിരന്തരം ഇവളെ ഉപദ്രവിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. വിസ്മയൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വലിയ തെളിവുകളാണ്. ഉത്രയ്ക്ക് നിരവധി സ്വത്ത് നൽകിയിട്ടും ആ പെൺകുട്ടിയെ കൊന്ന് ഈ സ്വത്തെല്ലാം കൈക്കലാക്കി മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ആ സൂരജ് എന്ന് പറയുന്ന കൊടും കുറ്റവാളി ആ പാമ്പിനെ കൊണ്ട് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത്. അതുപോലെയാണ് കിരൺകുമാർ. ഒരു കാറിന് വേണ്ടിയിട്ടാണ് വിസ്മയ എന്ന് പറയുന്ന ആ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ മാനസികമായി തകർത്ത് അവളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത്. വിസ്മയുടെ മുഖമൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് പോലെയാണ് വിഭജിക പിള്ളയുടെ മുഖവും നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ആ പെൺകുട്ടി അനുഭവിച്ച ഓരോ വേദനയ്ക്കും ആ ഭർത്താവിന്റെ അച്ഛനും അമ്മയ്ക്കും നാത്തൂനും ആ ഭർത്താവിനും പങ്കുണ്ട് എന്ന് അവൾ മരണമൊഴിയായി ആത്മഹത്യക്കുറിപ്പ് പറഞ്ഞു വെക്കുമ്പോൾ കൃത്യമായി ഇവരെ ഒന്നും വെറുതെ വിടരുത്, ഇവർക്കൊക്കെ അർഹിക്കുന്ന ശിക്ഷ നൽകണം. ജീവിച്ചു കൊതി തീരാത്ത ഒരു പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ മകളുമാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം.